പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ആരാധന സമയം പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് നമ്മുടെ ബന്ധങ്ങൾക്ക് തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ വിവാഹബന്ധത്തിലൂടെ ദൈവം യോജിപ്പിച്ച ദമ്പതികൾ തമ്മിൽ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിച്ചു പോകുന്നു. അനാഥാലയങ്ങളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കും ആക്കുന്നു. മക്കൾക്ക് തീരാ ദുഃഖം മാതാപിതാക്കളെ ഓർത്ത്, മാതാപിതാക്കൾക്ക് തീരാ ദുഃഖം മക്കളെ ഓർത്ത്, ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ആരാധന സമയം നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിപ്പിക്കപ്പെടാൻ വേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹമില്ലാതെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്ന ഓരോ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു. ബന്ധങ്ങൾ തകർച്ചാവസ്ഥയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന നിങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം. എല്ലാവരും ഈ ആരാധനയിൽ പങ്കെടുത്ത് ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ബോധ്യങ്ങളിലേക്ക് ജനിച്ച് തങ്ങളുടെ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വിവാഹമോചനമെന്ന ദുരാവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കാനായിട്ട് പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ മാതൃകപരമായിട്ടുള്ള കുടുംബങ്ങളായിട്ട് തീരുവാനായിട്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം വരെ നമ്മുടെ കുടുംബങ്ങളിൽ വന്നു പോയ എല്ലാ തടസ്സങ്ങളും അത് നമ്മുടെ പാപങ്ങൾ മൂലമാണെങ്കിൽ അതെല്ലാം ക്ഷമിക്കപ്പെടാനായിട്ട് ഈശോയുടെ സ്നേഹത്താൽ നമ്മളെല്ലാവരും നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സങ്കീർത്തനം 51 ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യ നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്തെൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും. പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയുച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവ്, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല.
അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവേ, ഈ പരിശുദ്ധ കുർബാനയുടെ നിമിഷം, ഈ ആരാധനയുടെ നിമിഷം ഞങ്ങളുടെ അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ, വിവാഹമോചനത്തിനായിട്ട് ശ്രമിക്കുന്നവർ, അതിലായിരിക്കുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങ് യോജിപ്പിച്ച ബന്ധം എന്നും ഉറച്ചു നിൽക്കുവാനായിട്ട് ഈശോയെ ഓരോ ദമ്പതികളെയും, ഓരോ കുടുംബത്തെയും, ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 5-ാം വാക്യം, സ്ഥൈര്യവും സമാധാനവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്ഥൈര്യവും സമാധാനവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും ക്ഷമിക്കണം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യവുമായി നൽകാനുമത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈശോയങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. മാതാപിതാക്കൾ തമ്മിൽ, മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമേ. വിവാഹമോചനത്തിന് ശ്രമിക്കുന്നവർ ആ അവസ്ഥയിൽ നിന്ന് പിന്തിരിയാൻ ഈശോയെ അങ്ങ് സ്ഥാപിച്ച, ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് അങ്ങ് വിളിച്ച അവരെ ഒരുമയോടെ ജീവിക്കുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിലൂടെ അങ്ങ് അരുൾ ചെയ്തല്ലോ. ആകയാൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒരു ശരീരമായി തീരുമെന്ന്. ഈശോയെ, ഈ കാലഘട്ടത്തിൽ വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈശോയെ, അങ്ങയുടെ കരുണയുടെ കടാക്ഷം, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഓരോ ബന്ധങ്ങളെയും പുനഃസ്ഥാപിക്കണമേ. കെട്ടുപോയ എല്ലാ ബന്ധങ്ങളെയും നേർവഴിക്ക് കൊണ്ടുവരണമേ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 1:19 പറയുന്നു, എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതികാരുമായിരിക്കണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:11, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കണമേ. മാതാപിതാക്കളെയും മക്കളെയും ദമ്പതികളെയും ഈശോയെ ഒരുമിപ്പിക്കണമേ. ഒരുമിപ്പിക്കണമേ ഈശോയെ, ഒന്നിപ്പിക്കണമേ ഈശോയെ, ഒന്നിപ്പിക്കണമേ ഈശോയെ, ഒന്നിപ്പിക്കണമേ ഈശോയെ. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 4:8 പറയുന്നു, സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 17:19 പറയുന്നു, നിയമനിഷേധകൻ കലഹപ്രിയനാണ്, നിയമങ്ങളെ നിഷേധിക്കുന്നവൻ കലഹപ്രിയനാണ്. ഈശോയങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, ഈ പരിശുദ്ധ കുർബാനയാൽ ഓരോ കുടുംബങ്ങൾ നിറയുവാനായിട്ട്, പ്രത്യേകിച്ച് ഈ ആരാധനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ ആരാധനയിൽ സംബന്ധിക്കാൻ പോകുന്നവർ, കുടുംബ ബന്ധങ്ങൾ അറ്റുപോയവർ, യോജിപ്പിക്കപ്പെടുവാൻ വേണ്ടി വിവാഹമോചനത്തിന് ആഗ്രഹിക്കുന്നവർ, അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5:25 പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും
അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഈശോയെ, സ്നേഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളെ നിറയ്ക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 4:2-3 പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 പറയുന്നു, ഒന്നിനെയും കുറിച്ച് ആകുലരാകാതെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. കുടുംബത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചുള്ള ദൈവസ്വപ്നത്തെക്കുറിച്ച് ഉൽപ്പത്തി 2:24 നമ്മൾ വായിച്ചു, നമ്മൾ ധ്യാനിച്ചു. അതിനാൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒരൊറ്റ ശരീരമായി തീരും. ഈശോ കൂട്ടിച്ചേർത്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:6 ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഉൽപ്പത്തി 2:14 മത്തായിയുടെ സുവിശേഷം 19:6 വിവാഹം ഒരു ഉടമ്പടിയായിട്ടാണ് ദൈവം കൽപ്പിച്ചനുവദിച്ചത്. നീയും നിന്റെ യൗവനത്തിലെ ഭാര്യയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രത്നചുരുക്കം. നമുക്കും അനുദിന ജീവിതത്തിൽ പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുവാനായിട്ടുള്ള ആ വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദൈവം ഒരിക്കലും വിവാഹമോചനത്തെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകം 2:16 ഇപ്രകാരം പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ വിവാഹമോചനം പെരുകി വരുമ്പോൾ നമുക്ക് പരസ്പരം ഓരോ ദമ്പതിമാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 7:10 ഇപ്രകാരം പറയുന്നു, വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ കൊറിന്തോസുകാർക്ക് എഴുതിയുള്ള 1-ാം ലേഖനം 7:10 പറയുന്നു, വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:9 എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഈശോയെ, ഞങ്ങളുടെ വിവാഹ വേദികളെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ചായിരിക്കുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരസ്പരം ക്ഷമിച്ചും പരസ്പരം സഹിച്ചും പരസ്പരം മറന്നും ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃക സ്വീകരിച്ച്, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക സ്വീകരിച്ച്, കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ഉണ്ണീശോയുടെ മാതൃക സ്വീകരിച്ച് ഒരുമിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപ ഓരോ കുടുംബത്തിലെയും ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകണമേ. പരസ്പര ബന്ധങ്ങൾ അറ്റുപോകാതെ ഒരുമിച്ച് ചേർത്ത ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. സങ്കീർത്തനം 91 നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വിവാഹബന്ധത്തിൻ്റെ വിമോചനാവസ്ഥയിൽ നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ ഭാര്യ ഭർത്താക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട്, മക്കളെ സമർപ്പിച്ചുകൊണ്ട്, തെറ്റായ ബന്ധങ്ങളിൽ പോയ ഓരോ സഹോദരനെയും സഹോദരിയെയും സമർപ്പിച്ചുകൊണ്ട് വിവാഹത്തിൻ്റെ പരിശുദ്ധിയെ കാക്കാനായിട്ട് ഓരോ മക്കളെയും കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും.
രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. വിവാഹമോചനത്തിൻ്റെ വേദിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ ദമ്പതികളെയും സമർപ്പിച്ചുകൊണ്ട് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മൾ അറിയുന്ന ബന്ധങ്ങളിൽ ഏതെങ്കിലും തലങ്ങളിൽ വ്യക്തിപരമായിട്ട് തിന്മയുടെ ശക്തിയിൽ അമർന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, തെറ്റായ ബന്ധങ്ങളിൽ പോയ കുടുംബങ്ങളുണ്ടെങ്കിൽ, വിവാഹമോചനത്തിന് വക്കിലെത്തി നിൽക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ, അവരെല്ലാം നമുക്ക് പേര് പറഞ്ഞ് ഒരു നിമിഷം കൂടി ഓർത്തുകൊണ്ട് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിൻ്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, തകർന്ന വ്യക്തിബന്ധങ്ങളെ സമർപ്പിച്ച്, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ള വലിയ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിലേക്ക് വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഓരോ ദമ്പതിമാരെയും സമർപ്പിച്ച്, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയ വ്യക്തികളെ സമർപ്പിച്ച്, പരിശുദ്ധ കുർബാനയാൽ എല്ലാവരും നിറയാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്ത് വിവാഹമോചനമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമേ. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ശാന്തിയോടെ, സ്വസ്ഥതയോടെ, ഐക്യത്തോടെ ജീവിക്കുവാൻ ഓരോ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ, മക്കളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾ അവസ്ഥയിലേക്കൊന്നും ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ, ഒരു കുടുംബങ്ങളും പോകാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. എല്ലാ ബന്ധങ്ങളും കൂട്ടിയോജിപ്പിക്കപ്പെടാൻ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലായിത്തീരാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വീണ്ടും വീണ്ടും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിവാഹമോചനവുമായിട്ട് നടക്കുന്ന, ആഗ്രഹവുമായിട്ട് നടക്കുന്ന കുടുംബങ്ങൾ, ദമ്പതികൾ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ വലിയ ബന്ധത്തിലായിരിക്കുവാനായിട്ട്, പരസ്പരം സ്നേഹിച്ച് പരസ്പരം ഐക്യപ്പെട്ട് ജീവിക്കാൻ ഇടയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഈശോയെ പരിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു.